ഹലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ 11th ചാപ്റ്ററാണ്. 11th ചാപ്റ്ററിൻ്റെ പേരാണ് ബുട്ടെ. ബുട്ടെ എന്ന് പറഞ്ഞാൽ കോൺ. കണ്ടോ, ഇതാണ് കോൺ. നിങ്ങൾക്ക് കോൺ കഴിക്കാൻ ഇഷ്ടമാണോ? സ്വീറ്റ് കോണൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. नीना के नाना बाजार गए, नाना खूब सारे भुट्टे लाए. നീനയുടെ നാന, നാന എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ, അമ്മയുടെ അച്ഛനെയാണ് നമ്മൾ നാന എന്ന് പറയുന്നത്. ബസാർ ഗയേ, ബസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. അപ്പോൾ നീനയുടെ ഗ്രാൻഡ് ഫാദർ മാർക്കറ്റിൽ പോയി. നാന ഖൂബ് സാരെ ഭുട്ടെ ലായേ. ഖൂബ് സാരെ എന്ന് പറഞ്ഞാൽ കുറേ. കണ്ടോ, 2 കവർ നിറയെ ഉണ്ട് അല്ലേ? അപ്പോൾ കുറേ കോൺ വാങ്ങിച്ചിട്ട് വന്നു. എന്നിട്ടോ നാനാനെ നീന കേലിയെ ഭുട്ടെ ഭൂനെ. അപ്പോൾ നാന നീനയ്ക്ക് വേണ്ടി, നീന കേലിയെ ഭുട്ടെ ഭൂനെ. ഭൂനെ എന്ന് പറഞ്ഞാൽ ചുട്ട് കഴിക്കുക. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലേ കോൺ ഓൺ ദ കോബൊക്കെ എങ്ങനെയാണ് കഴിക്കുക? തീയിൽ ഡയറക്റ്റ്ലി വെച്ചിട്ട് റോസ്റ്റ് അല്ലെങ്കിൽ ചുട്ടിട്ട് കഴിക്കുന്നതിനാണ് ഭൂനെ എന്ന് പറഞ്ഞത്. അപ്പം നീനയ്ക്ക് വേണ്ടി നാന ഈ കോണ് നന്നായി ചുട്ടെടുത്തു. നീനാനെ ജി ബർക്കർ ഭുട്ടെ ഖായേ. നീന വയറ് നിറയെ ഭുട്ടെ കഴിച്ചു. കണ്ടോ കഴിക്കുന്നത്? नीना की नानी ने भुट्टे उबाले. ഓക്കെ, അപ്പം നീനയ്ക്ക് വേണ്ടി അത് ചുട്ടെടുത്ത് കൊടുത്തപ്പോൾ നീനയുടെ നാനി, അതായത് അമ്മയുടെ അമ്മമ്മ, ഭുട്ടെ ഉബാലേ, ഭുട്ടെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തു. കണ്ടില്ലേ പുഴുങ്ങിയെടുക്കുന്നത്? ഉബാൽന, ഉബാലേ, ഉബാല അങ്ങനെയൊക്കെ പറഞ്ഞാൽ പുഴുങ്ങിയെടുക്കുന്നതിനാണ് പറയുക. നാന ഓർ നാനീനെ ഛീ ബർക്കർ ഭുട്ടെ ഖായേ. അപ്പം നാനയും നാനിയും എങ്ങനെയാണ് കഴിച്ചത്? അവർ പുഴുങ്ങിയ ഭുട്ടയാണ് കഴിച്ചത്. എന്നാൽ നീനയോ, നീന ചുട്ടെടുത്ത് ഭുട്ടെ കഴിച്ചു അല്ലേ? നീനാനെ ഫിർ ക്യാ കിയാ. നീന ഇനി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആഗേക്ക് കഹാനി ബനായിയേ ഓർ അപ്നി ഭാഷാ മേ സുനായിയേ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഊഹിച്ചിട്ട് നിങ്ങളുടേതായ കഥ പറയണം. പറയില്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ എക്സസൈസിലേക്ക് പോവാം. ഫസ്റ്റ്, പ്രശ്നോं के उत्तर लिखिए. इस कहानी में कौन कौन है? ആരൊക്കെയാണുള്ളത് ഈ കഹാനിയിൽ? എങ്ങനെയാ എഴുതുക? इस कहानी में नीना, नाना और नानी है. ഈ കോൺ കോൺ എന്ന സ്ഥലത്ത് നിങ്ങളത് കളഞ്ഞിട്ട് അതിന് പകരം ആരൊക്കെയാണെന്ന് അവിടെ ഫില്ല് ചെയ്ത് എഴുതണം കേട്ടോ. ഈ ചാപ്റ്ററിൽ ആരൊക്കെയുള്ളത്? നീന, നാന, നാനി. അടുത്ത ക്വസ്റ്റ്യൻ, നീന കെ നാന ബസാർ സെ ക്യാ ലായ. നീനയുടെ നാന ബസാറിൽ നിന്ന് എന്തായിരുന്നു കൊണ്ടുവന്നത്? ഭുട്ട അല്ലേ, കോൺ. അപ്പം അതെങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് എവിടെയാണ് വന്നിരിക്കുന്നത്? ക്യാ അല്ലേ? അപ്പം ബാക്കിയുള്ളതിലൊന്നും ഒരു ചേഞ്ചും വരുത്തണ്ട. നീന കെ നാന ബസാർ സെ ഭുട്ട ലായേ. तालिका में दी गई बातों के विषय में बताइए और कुछ वस्तुओं के नाम लिखने का प्रयास कीजिए. आप किन किन वस्तुओं को भूनकर खाते हैं? ഓക്കെ, അപ്പം നിങ്ങൾ എന്തൊക്കെ വസ്തുക്കളാണ് ഭൂൻകർ ഖാത്തെ ഹേ, ചുട്ടെടുത്തിട്ട് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അങ്ങനെ കഴിക്കാറ്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാജു, കാജു എന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ട്. മുംഫലി, മുംഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല.
അപ്പോൾ ഇത് രണ്ടും നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചുട്ടെടുത്തിട്ടാണ് കഴിക്കുക. അതുപോലെ आप किन किन वस्तुओं को उबाल कर खाते हैं? നിങ്ങൾ എന്തൊക്കെയാണ് ബോയിൽ ചെയ്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കുക? അണ്ട, അണ്ട എന്ന് പറഞ്ഞാൽ എഗ്, കോഴിമുട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുട്ട. ആലു, ആലു എന്ന് പറഞ്ഞാൽ പൊട്ടേറ്റോ. कौन कौन सी वस्तुएं तल कर खाई जाती है? ഏതൊക്കെയാണ് നിങ്ങൾ എണ്ണയിൽ പൊരിച്ച് കഴിക്കുക? കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. പൂരി, സമൂസ. പൂരി സമൂസയൊക്കെ എല്ലാവർക്കും അറിയില്ലേ? कौन कौन सी वस्तुएं कच्ची खाई जाती है? അപ്പം ഏതൊക്കെ വസ്തുക്കളാണ് അതേപോലെ തന്നെ പച്ചയായിട്ട് തന്നെ കഴിക്കുന്നത്? കേല, ആം. ഇത് രണ്ടും ഫ്രൂട്ട്സ് ആണ്. ഇതേപോലെ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന പച്ചക്കറികളും വേറെ പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ബുക്കിൽ ഫിൽ ചെയ്യാം. അടുത്തത്, नीचे दिए गए शब्दों में ऊ या ऊ की मात्रा लगाकर सही शब्द लिखिए. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു മാത്ര മിസ്സിംഗ് ആണ്. അപ്പോൾ ചില വേർഡ്സിൽ ഊ, അതായത് ഊൻ്റെ മാത്രയാണ് ഇങ്ങനെ. ഊ എന്ന് പറഞ്ഞാൽ ഈ മാത്ര ഉപയോഗിക്കണം. അപ്പോൾ ഈ മാത്രകൾ ഈ ചില വേർഡ്സിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഫസ്റ്റ് വേർഡാണ് ഗേഹം. ഗേഹം അല്ല, ഇത് വീറ്റ് ആണ്. വീറ്റിന് പറയുന്ന പേരാണ് ഗേഹു. അപ്പം നമ്മൾ ഊ എന്ന ചിഹ്നം ഇടണം. ഗേഹു. അടുത്തത് ബാലു. അത് ബാൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് വേർഡാണ് ബാലു. നെക്സ്റ്റ്, ഇതെന്താണ്? ഇത് കുൽഫി ആണല്ലേ? എങ്ങനെയാ എഴുതുക? കുൽഫി. അടുത്തത് മിൽക്കാണ്. മിൽക്കിന് പറയുന്നത് ദൂത് എന്നാണ്. അപ്പോൾ ദൂത്. നെക്സ്റ്റ്, ഇത് പൊട്ടേറ്റോ ആണ്. പൊട്ടേറ്റോയ്ക്ക് പറയുക ആലു. ഇത് ബുട്ട. ബുട്ട എന്നെങ്ങനെ എഴുതുക? അതെ, ബുട്ട. അപ്പം നിങ്ങളുടെ ബുക്കിൽ കറക്റ്റ് ആയിട്ടുള്ള മാത്ര ഫിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.